വിവിധ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് അനാലിസിസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ബാലൻസ് ഷീറ്റ് റീഡ് ഔട്ട് ചെയ്യുമ്പോഴുമൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു സ്ഥിരം പദമാണ് CAGR. CAGR ഒരിക്കലും ഒറ്റയ്ക്കല്ല വരുന്നത്, പകരം CAGR ഓഫ് റവന്യൂ, CAGR ഓഫ് സെയിൽസ്, CAGR ഓഫ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇങ്ങനെയുള്ള ടേംസ് ആയിരിക്കും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഒരു കമ്പനിയുടെ ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ റിട്ടേൺ റേറ്റ് എങ്ങനെ എക്സാക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സാധാരണയായി ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ CAGRനുള്ള പങ്കെന്ത്, CAGRൻ്റെ ഫോർമുല എന്താണ്, അല്ലെങ്കിൽ CAGR ബേസ്ഡ് എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്, CAGRൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിശോധിക്കുന്നത്. അതുപോലെ തന്നെ വീഡിയോയുടെ എൻഡിൽ ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് 12 ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ കഴിഞ്ഞ 10 വർഷമായി ഡബിൾ ഡിജിറ്റിലേറെ CAGR കാണിക്കുന്ന അല്ലെങ്കിൽ CAGR ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഈ ടോപ്പ് മോസ്റ്റ് 12 ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, അവയെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാം. ആദ്യമായി നമ്മൾക്ക് എൻ്റെ പ്രീവിയസ് വീഡിയോയിലേക്ക് വരാം. അതായത് നമ്മൾ 18 ജനുവരി 2021 നമ്മൾ ഇൻഡിഗോ പെയിൻസിൻ്റെ IPO റിവ്യൂ വീഡിയോ ചെയ്തായിരുന്നു. ഈ IPO റിവ്യൂ വീഡിയോയിൽ നമ്മൾ ഇൻഡിഗോ പെയിൻസിൻ്റെ ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ ഈ കമ്പനി പെയിൻറ് സെക്ടറിൽ ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് കമ്പനിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ കമ്പനിയുടെ ഇൻകം ഏത് റേറ്റിലാണ് ഗ്രോത്ത് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആ കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഏത് റേറ്റിലാണ് ഗ്രോത്ത് ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് ആദ്യം മനസ്സിലാക്കാം. ഇൻഡിഗോ പെയിൻസ് IPOയുടെ റിവ്യൂ വീഡിയോയിൽ നമ്മൾ ഓപ്പൺ ചെയ്ത അതേ ഫിനാൻഷ്യൽ ചാർട്ട് തന്നെയാണ് ഞാൻ ഇവിടെയും ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇൻഡിഗോ പെയിൻസിൻ്റെ ടോട്ടൽ ഇൻകം നോക്കുകയാണെങ്കിൽ 2017 ഈ കമ്പനിയുടെ ഇൻകം 290 കോടിയായിരുന്നു. 2020 ഈ കമ്പനിയുടെ ഇൻകം 626 കോടിയായി. അതായത് ഈ കമ്പനിയുടെ ഇൻകത്തിൽ ഉണ്ടായിരിക്കുന്ന വർധനവിൻ്റെ റേറ്റ് അല്ലെങ്കിൽ ഇൻകം ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് നിസ്സംശയം പറയാം 626 മൈനസ് 290 ഡിവൈഡഡ് ബൈ 290 ഏകദേശം 115%. അതായത് നമ്മൾക്ക് പറയാം ഈ കമ്പനിയുടെ ഇൻകം 115% വർദ്ധിച്ചു എന്ന് പറയാം. ഇത് 4 വർഷത്തെ ഡ്യൂറേഷനിൽ ഇൻക്ലൂഡ് ചെയ്താണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആനുവൽ വർധനവ് അല്ലെങ്കിൽ ആനുവൽ ഇൻകം ഗ്രോത്ത് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് പറയാം 28.75%. അതായത് 115 ഡിവൈഡഡ് ബൈ 4. ഇനി കമ്പനിയുടെ പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്ന ഗ്രോത്ത് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് പറയാം 2018 ഈ കമ്പനിയുടെ പ്രോഫിറ്റ് 12 കോടിയായിരുന്നു. 2020 ഈ കമ്പനിയുടെ പ്രോഫിറ്റ് 47 കോടിയായിട്ടുണ്ട്. അപ്പോൾ 47 മൈനസ് 12 ഡിവൈഡഡ് ബൈ 12 ഏകദേശം 271% ഈ കമ്പനിയുടെ പ്രോഫിറ്റിൽ ഉള്ള ഗ്രോത്ത് റേറ്റ്. അതായത് ആനുവൽ പ്രോഫിറ്റിലുള്ള ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ 271 ഡിവൈഡഡ് ബൈ 3 90%. അതായത് ഈ കമ്പനിയുടെ പ്രോഫിറ്റിലുള്ള ഗ്രോത്ത് റേറ്റ് 90%, ഈ കമ്പനിയുടെ ആനുവൽ ഇൻകത്തിലുള്ള ഗ്രോത്ത് റേറ്റ് 28.75%ആണെന്ന് നമ്മൾക്ക് പറയാം. ഈ രീതിയിലുള്ളൊരു കാൽക്കുലേഷനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ തെറ്റായ വഴിയിലാണ് അല്ലെങ്കിൽ തെറ്റായ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. കാരണം ഒരു സീരിയസ് ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമ്മൾ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ സ്റ്റോക്കിൽ നിന്നും നമ്മൾക്ക് എത്ര ഔട്ട്പുട്ട് കിട്ടണം, അല്ലെങ്കിൽ അതിൽ എന്തായിരിക്കണം നമ്മുടെ ടാർഗറ്റ് എന്നും, അതുപോലെ തന്നെ ആ ടാർഗറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനിയുടെ ഗ്രോത്ത് റേറ്റ് എത്രയാണെന്ന് നമ്മൾക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ തന്നെ നമ്മൾ പിഴവ് വരുത്തിയാൽ ഉറപ്പായിട്ടും നമ്മളുടെ എല്ലാ കാൽക്കുലേഷനും തെറ്റും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കമ്പനിയുടെ ഗ്രോത്ത് റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്ന് പഠിക്കാം. അതിനു മുൻപേ ഗ്രോത്ത് റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ഫിനാൻഷ്യൽ ടേംസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. CAGR അഥവാ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് റിട്ടേൺ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ ആദ്യം നമ്മൾക്ക് അബ്സല്യൂട്ട് റിട്ടേൺ, ആനുവൽ ഗ്രോത്ത് റേറ്റ് റിട്ടേൺ എന്നിവ എന്താണെന്ന് മനസ്സിലാക്കാം. ഒരു കമ്പനിയുടെ ഫൈനൽ സെയിൽ വാല്യൂ മൈനസ് പർച്ചേസ് വാല്യൂ ഡിവൈഡഡ് ബൈ പർച്ചേസ് വാല്യൂ ഇൻറ്റു 100 അതാണ് അബ്സല്യൂട്ട് റിട്ടേൺ. അതായത് നമ്മൾ മുമ്പ് കാൽക്കുലേറ്റ് ചെയ്തത് അബ്സല്യൂട്ട് റിട്ടേൺ ആണ്. നമ്മൾ ഗ്രോത്ത് റേറ്റ്, അതായത് കമ്പനിയുടെ ഇൻഡിഗോ പെയിൻസിൻ്റെ ഇൻകം ഗ്രോത്ത് റേറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് എക്സാക്ട്ലി അബ്സല്യൂട്ട് റിട്ടേൺ ആണ്. അതായത് 2017 കമ്പനിയുടെ ഇൻകം 290 കോടി ഇനിഷ്യൽ വാല്യൂ ആയിട്ടും 2020 കമ്പനിയുടെ ഇൻകം 626 കോടി ഫൈനൽ വാല്യൂ ആയിട്ടും എടുക്കുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ അബ്സല്യൂട്ട് റിട്ടേൺ 626 മൈനസ് 290 ഡിവൈഡഡ് ബൈ 290 അഥവാ 115%. ഇതാണ് എക്സാക്ട്ലി അബ്സല്യൂട്ട് റിട്ടേൺ. അബ്സല്യൂട്ട് റിട്ടേണിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, എത്ര ടൈംസ് അല്ലെങ്കിൽ എത്ര വർഷം കൊണ്ടാണ് ഈ റിട്ടേൺ ഉണ്ടായത് എന്ന് ഈ അബ്സല്യൂട്ട് റിട്ടേണിൽ പ്രതിപാദിക്കാറില്ല. അതുപോലെ തന്നെ ഇതുകൊണ്ട് നമ്മൾക്ക് മറ്റ് കമ്പനികളെ കമ്പയർ ചെയ്യാനും കഴിയുകയില്ല.
അടുത്ത ഫിനാൻഷ്യൽ ടേമാണ് AGR അഥവാ ആനുവൽ ഗ്രോത്ത് റിട്ടേൺ. ഇതിനെ സിമ്പിൾ ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്നുകൂടി പറയാറുണ്ട്. അതിൽ അബ്സല്യൂട്ട് റിട്ടേണിൽ നമ്മൾ ഡ്യൂറേഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നതാണ് ആനുവൽ ഗ്രോത്ത് റേറ്റ് റിട്ടേൺ. ഇൻഡിഗോ പെയിൻസിൻ്റെ ടോട്ടൽ ഇൻകം ഗ്രോത്ത് റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അബ്സല്യൂട്ട് റിട്ടേൺ ആയിട്ട് നമ്മൾക്ക് 115% എന്ന് കിട്ടിയിരുന്നു. ഈ 115%നെ പീരീഡ് ആയ 4 ഇയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 28.75% കിട്ടും. ഈ 28.75% ഈ കമ്പനിയുടെ ആനുവൽ ഗ്രോത്ത് റേറ്റ് അഥവാ AGR. AGR ഒരിക്കലും ഒരു കമ്പനിയുടെ ഗ്രോത്തിനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു കമ്പനിയിലുള്ള കോമ്പൗണ്ടിങ് എഫക്റ്റ് AGRൽ ഇൻക്ലൂഡഡ് ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാരണം. ഉദാഹരണമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 28.75% ഗ്രോത്ത് റേറ്റിന് തത്തുല്യമായിട്ടുള്ള തുക 110 കോടിയാണെന്ന് നമ്മൾ വിചാരിക്കുക. 110 കോടിയാണെന്ന് നമ്മൾ വിചാരിച്ചാൽ 2017 ഈ കമ്പനിയുടെ ആനുവൽ ഇൻകം 290 കോടിയായിരുന്നു. അതിൻ്റെ കൂടെ 110 കോടി ആഡ് ചെയ്തപ്പോൾ 400 കോടിയായി. മൂന്നാം വർഷത്തിൽ 400 കോടിയോടുകൂടി 110 കോടി ആഡ് ചെയ്തപ്പോൾ 510 ആയി. 510ഓടുകൂടി 110 കോടി ആഡ് ചെയ്തപ്പോൾ 2020 620 കോടിയായി. ഇവിടെ കമ്പനിയുടെ കോമ്പൗണ്ടിങ് എഫക്റ്റ് ആണ് മിസ്സായിരിക്കുന്നത്. അതായത് കോമ്പൗണ്ടിങ് എഫക്റ്റ് പ്രകാരം ഈ ഒരു കമ്പനിയുടെ 3rd ഇയറിലെ റിട്ടേൺ വരണമെങ്കിൽ ഫസ്റ്റ് ഇയറിലെ ഇൻകവും അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലെ ഇൻകം ആ ഇൻകത്തിനോടൊപ്പം കമ്പനിയുടെ ഗ്രോത്ത് റേറ്റും 2nd ഇയറിലെ ഇൻകവും ആ ഇയറിലെ ഇൻകത്തിനോടൊപ്പമുള്ള ഗ്രോത്ത് റേറ്റും കൂടി ചേർന്നതായിരിക്കണം കമ്പനിയുടെ 3rd ഇയറിലെ ഇൻകം. ഈ ഒരു കോമ്പൗണ്ടിങ് എഫക്റ്റ് ആണ് ഇവിടെ മിസ്സായിരിക്കുന്നത്. അതുകൊണ്ടാണ് AGR അഥവാ ആനുവൽ ഗ്രോത്ത് റേറ്റിനെ നമ്മൾ ഒരു കമ്പനിയുടെ എക്സാക്റ്റ് ഗ്രോത്ത് റേറ്റ് മെൻഷൻ ചെയ്യുന്നതിന് വേണ്ടി കൺസിഡർ ചെയ്യാത്തത്. നമ്മൾ ഏറെക്കുറെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് റിട്ടേണിലേക്ക് തന്നെ എത്തിക്കഴിഞ്ഞു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. കാരണം CAGR അല്ലെങ്കിൽ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് റിട്ടേണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഒരു കമ്പനിയുടെ കോമ്പൗണ്ടിങ് എഫക്റ്റിനെ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതാണ് ഇതിനെ AGR അഥവാ ആനുവൽ ഗ്രോത്ത് റേറ്റ് റിട്ടേണിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇനി നമ്മൾക്ക് CAGR എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നതിലേക്ക് നോക്കാം. അതിനുവേണ്ടി CAGRൻ്റെ ഒരു ഫോർമുലയുണ്ട്. ഫോർമുല ഇതാണ്: ഫൈനൽ വാല്യൂ ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ വാല്യൂ ദ ഹോൾ റൈസ് ടു 1 ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് മൈനസ് 1% ആണ് CAGR ഫോർമുല. ഈ ഫോർമുല വളരെ എളുപ്പമാണ്. അതായത് നമ്മൾ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് വന്ന ഇൻഡിഗോ പെയിൻസിൻ്റെ ടോട്ടൽ ഇൻകത്തിൻ്റെ ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് റേറ്റിൻ്റെ ഇനിഷ്യൽ വാല്യൂ 290 കോടിയും ഫൈനൽ വാല്യൂ 626 കോടിയുമാണ്. അപ്പോൾ CAGR നോക്കുകയാണെങ്കിൽ അതായത് ഫൈനൽ വാല്യൂ 626 ഡിവൈഡഡ് ബൈ 290 ദ ഹോൾ റൈസ് ടു 1/4 അതായത് 4 ഇയർ ആണ് ഡ്യൂറേഷൻ. 4 ഇയർ -1 ഈക്വൽ ടു 21.2% എന്ന് കിട്ടും. ഇതാണ് കമ്പനിയുടെ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ CAGR. നമ്മൾ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാൽക്കുലേറ്റ് ചെയ്തത് വെറും ആനുവൽ ഗ്രോത്ത് റേറ്റ് ആയിരുന്നു 28.75. കമ്പനിയുടെ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് 21.2% ആണ്. ഇതുവഴി CAGR വഴി നമ്മൾക്ക് നെക്സ്റ്റ് അതായത് ഓരോ വർഷത്തെയും വരും വർഷങ്ങളിലെ കമ്പനിയിൽ നിന്നും എത്രത്തോളം ഗ്രോത്ത് ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ ഈ ഗ്രോത്ത് റേറ്റ് ഫോർമുല വെച്ചുകൊണ്ട് അടുത്ത വർഷത്തിൽ നിന്നും ഈ കമ്പനിയിൽ എത്രത്തോളം ഇൻകം ഉണ്ടാകും എന്നുകൂടി നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ഇനി CAGRൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്, നമ്മൾ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ ബിസിനസ്സിൽ നിന്നും എത്ര റിട്ടേൺ കിട്ടും എന്നത് നമ്മൾക്ക് ഈസിയായി കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും CAGR ഉപയോഗിച്ച്. അതുപോലെ തന്നെ CAGRൻ്റെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്, ഒരു കമ്പനിയുടെ ഗ്രോത്ത് റേറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിനുള്ള ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് CAGR. മൂന്നാമത്തേത്, ഈ CAGR കാൽക്കുലേഷനിൽ എൻഡിങ് വാല്യൂവും അതുപോലെ തന്നെ ബിഗിനിങ് വാല്യൂവുമാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 4 വർഷത്തെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ അതിൽ 3 വർഷം കമ്പനി നന്നായി പെർഫോം ചെയ്തു. ലാസ്റ്റ് വർഷം അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് വർഷം അതായത് ലാസ്റ്റ് വർഷത്തിന് തൊട്ട് മുന്നിലുള്ള വർഷം ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് അല്പം ഡൗൺ ആയി. അവസാന വർഷം ഈ കമ്പനി വീണ്ടും അതിലേക്ക് റിട്രേസ് ചെയ്തുവെങ്കിൽ ഔട്ട്പുട്ട് CAGR ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ അത് പോസിറ്റീവ് തന്നെയായിരിക്കും അല്ലെങ്കിൽ ഒരു അപ് ട്രെൻഡ് തന്നെയായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു കമ്പനിയിൽ ഉണ്ടാകുന്ന അൺഎക്സ്പെക്റ്റഡ് ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ അൺനെസസറി വോളറ്റിലിറ്റി നമ്മൾക്ക് CAGR വഴി അവോയ്ഡ് ചെയ്യാൻ കഴിയും. ഈ ഒരു അഡ്വാൻറ്റേജ് ഈ CAGRൻ്റെ ലിമിറ്റേഷനായും വരാറുണ്ട്. അതായത് CAGR ഏറ്റവും സ്യൂട്ടബിൾ ആയത് ഷോർട്ട് ടൈം കാൽക്കുലേഷനാണ്. അതായത് 4 വർഷം 5 വർഷം
പോലുള്ള കമ്പനിയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ ഈവൻ മാക്സിമം 10 വർഷം വരെയുള്ള ഒരു കമ്പനിയുടെ ഗ്രോത്ത് കാൽക്കുലേഷനിലായിരിക്കും CAGR ഏറ്റവും നന്നായിരിക്കുക. കാരണം വളരെ ലോങ് ടൈമായി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയിലുള്ള റിസ്ക് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകും. അതായത് ഉദാഹരണമായി നമ്മൾ 20 വർഷത്തെ ഒരു കമ്പനിയുടെ CAGR എടുക്കുകയാണെങ്കിൽ 20 വർഷത്തിൽ ആ കമ്പനി സ്റ്റാർട്ടപ്പ് ചെയ്ത സമയത്തും ഇപ്പോഴും, അതായത് 20-ാം വർഷവും ഈ രണ്ട് സമയത്തും കമ്പനി വളരെ നന്നായി പെർഫോം ചെയ്തു. ഇടയ്ക്കുള്ള സമയങ്ങളിൽ കമ്പനി നെഗറ്റീവ് റിട്ടേൺ അല്ലെങ്കിൽ മോശമായാണ് പെർഫോം ചെയ്തതെങ്കിൽ ഇടയ്ക്ക്, അതായത് ഈ കമ്പനിയിൽ മിഡ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഈ കമ്പനിയിൽ നിന്നും ഒരു നെഗറ്റീവ് റിട്ടേൺ ആയിരിക്കും കിട്ടുക. ഇത് തന്നെയാണ് CAGRൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ്. അതായത് ഈ ലിമിറ്റേഷൻ മൂലം കമ്പനിയുടെ മിഡ് ടൈമിലുള്ള വോളറ്റിലിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് ഗ്രോത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുകയില്ല. അതായത് റിസ്ക് നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുകയില്ല. ഇനി നമ്മൾക്ക് ഇന്ത്യൻ ബ്ലൂ ചിപ്പ് കമ്പനികളിൽ ഡബിൾ ഡിജിറ്റ് CAGR തരുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. അതിലേറ്റവും പ്രധാനപ്പെട്ട കമ്പനിയാണ് ബജാജ് ഫിനാൻസും അതുപോലെ തന്നെ ബജാജ് ഫിൻസർവും. ഈ രണ്ട് കമ്പനികളാണ് ഏറ്റവും ഉയർന്ന CAGR തരുന്നത്. ഈ കമ്പനികൾ കൂടാതെ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, ടൈറ്റാൻ, ഏഷ്യൻ പെയിൻറ്റ്സ്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, HDFC ബാങ്ക്, HUL, TCS, UPL എന്നീ കമ്പനികളെല്ലാം നല്ല CAGR തരുന്ന കമ്പനിയാണ്, അല്ലെങ്കിൽ നല്ല CAGR ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. CAGRനെ കുറിച്ചുള്ള വീഡിയോ ഫലപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്